സുദീപ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടുകാരനാണ് സുദീപ്. രണ്ട് തലമുറകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതെ സുദീപ്. നമസ്കാരം. രണ്ടുപേരും സുദീപ് എന്റെ സ്ഥലം മലപ്പുറമാണ്. ഞാൻ പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണയ്ക്ക് കമൽ സാറിന്റെ തൃശ്ശൂർ, എന്റെ കൊടുങ്ങല്ലൂർ. പെരിന്തൽമണ്ണയായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. എന്താണത്? ഗസല് ഷൂട്ട് ചെയ്ത് അവിടെയാണ്. ആണല്ലേ? ഗസല് ആക്ച്വലി ഞങ്ങളുടെ വീടിന് തൊട്ട് മുമ്പിലുള്ള പാടത്താണ് ഷൂട്ട് ചെയ്തത്. ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കാണാൻ പോയിട്ടുണ്ട്. നല്ലൊരു സിനിമ. അത് കാണാൻ പോയിരുന്നോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഗസലിന്റെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ കപ്പയൊക്കെ ഉള്ള ഒരു വലിയ പാടം. അതെ 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 അതെ. പക്ഷെ കമൽ സാറ് പിന്നെ ഷൂട്ടിംഗ് സമയത്ത് പുപ്പുലിയാണെന്നാണ് സഹസംവിധായകരായിട്ടുള്ള ഇപ്പോഴത്തെ സംവിധായകർ ഒരുപാട് പേര് പറയാറുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മൂപ്പരെ കാണുന്നത് വിളിക്കുന്നതാണ് പറയുന്നത്. അതെ അതെ. ലാൽ ജോസ് ഒരു ഷൂട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അല്ല അത് അങ്ങനെയൊന്നും ഓർക്കാൻ പറ്റില്ല. ഈ ചമ്പക്കുളം തച്ചന്റെ ഷൂട്ടേ വള്ളാത്തുരത്തിൽ നടന്നല്ലോ. അപ്പോൾ ഞാനവിടെ ഒരു സാഹചര്യപരമായിട്ട് എന്തോ ഒരു ആവശ്യത്തിന് അവിടെ വന്നു. അപ്പോൾ ഒരു ഉച്ചനേരം കണ്ടു വളരെ പെട്ടെന്നൊരു ഷോട്ട് എടുത്ത് നിങ്ങൾ പോകുന്നുണ്ടായിരുന്നു. മുരളിയും ശ്രീനിവാസനും വിനീതും ഒരു വള്ളത്തിലിങ്ങനെ പോകുന്നു. ആ പോകുന്ന സമയത്ത് ആ ഷോട്ട്സ് എടുത്തിട്ട് പെട്ടെന്ന് സാറൊക്കെ പോകുന്നതാണ് ഞാൻ കണ്ടത്. പക്ഷേ നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഒരു കയറി പോകുന്നതാണ്. അങ്ങനെയാണ് ഞാൻ വളരെ ദൂരത്ത് നിന്ന് കാണുന്നത്. ഞാൻ ആദ്യമായി കണ്ട ഷൂട്ടും ഗസലാണ്. ഗസല് പറയുമ്പോൾ ഒരു തമാശയുണ്ട്. ഈ ബാബരി മസ്ജിദ് പള്ളി പൊളിച്ച സമയത്താണ് ഈ ഗസല് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു പള്ളി സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. തിലകൻ ചേട്ടൻ്റെ ക്യാരക്ടർ ഇരിക്കുന്ന ഒരു പള്ളി ഉണ്ടല്ലോ, അത് പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മൾ സെറ്റ് ഇട്ടത്. കൃഷ്ണമൂർത്തി ആയിരുന്നു അതിൻ്റെ ആർട്ട് ഡയറക്ടർ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷൂട്ടിങ് കഴിഞ്ഞ് പള്ളി പൊളിക്കണമല്ലോ. പൊളിക്കുന്ന സമയത്താണ് ഈ ബാബരി പള്ളി പൊളിച്ച പ്രശ്നങ്ങൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് മലപ്പുറം അല്ലേ അത്. പള്ളി കൃഷ്ണമൂർത്തി അന്ന് ഈ മറ്റേ കാവ്യൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഇതായിട്ട് കണ്ടിട്ടുണ്ടാവില്ല ആർട്ട് ഡയറക്ടർ. പുള്ളി അങ്ങനത്തെ ഒരു വേഷത്തില്ല, സന്യാസി ലൈനിലാണ് പുള്ളി നടക്കുന്നത്. പുള്ളി വന്നിട്ട് കുറെ പണിക്കാരൊക്കെ ഇട്ടത് പൊളിക്കാൻ പറഞ്ഞപ്പോൾ ലോക്കലായിട്ട് കുറെ ആൾക്കാർ വന്നിട്ട് വിചാരിച്ച് സെറ്റാണെന്നൊക്കെ അവർ മറന്നുപോയി. അവർ ഭയങ്കര ഇമോഷണലായി. തടഞ്ഞു വെച്ചിട്ട് വലിയ പ്രശ്നമായി. കാരണം വെച്ചാൽ പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം മറ്റേ പള്ളിയുടെ ഒരു ഹിസ്റ്ററി നിൽക്കണോണ്ടേ. അപ്പോൾ അവസാനം ഞങ്ങൾ വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് ആൾ ഓടി വന്നു. ഇങ്ങനെ വന്നിട്ട് ഒരു പ്രശ്നം ഞാനും റസാഖാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്ന് ഈ ആൾക്കാരെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ട ഒരു കാര്യം ഇത് അതുകൊണ്ട് യാതൊരു ബന്ധമില്ല. ആമി എന്നുള്ള സിനിമയുടെ ഘട്ടത്തിലും കമൽ സാർ ഒരു വിവാദ കഥാപാത്രമായി മാറി. കമൽ സാറിന്റെ ഒറിജിനൽ പേര് കമാലുദ്ദീൻ ആണെന്നൊക്കെ ഒരു അന്ന് ചലച്ചിത്ര അക്കാദമിയിൽ ചെയർമാനായിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട നാഷണൽ ആന്തമായിട്ട് ബന്ധപ്പെട്ട് കൂടിയാണ് അന്ന് തീരുമാനം എടുക്കുമ്പോൾ അല്ലേ? അങ്ങനെ അന്ന് എന്താ പറയുക, സിനിമാ തിയേറ്ററിൻ്റെ അകത്ത് നാഷണൽ ആന്തം സമയത്ത് എഴുന്നേറ്റിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ബെഹ്റായിരുന്നു അന്ന്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളേജിൽ പോലീസ് വരുമ്പോഴും സ്വാഭാവികമായിട്ട് അതിൻ്റെ അധികൃതരോടൊന്നും ചോദിക്കാനുള്ള മര്യാദയുണ്ട്, പ്രിൻസിപ്പളോടൊക്കെ ചോദിക്കാനുള്ള. അപ്പം ഞാനൊക്കെ പുറത്ത് നിൽക്കണ്ടായിരുന്നു ഈ സംഭവം നടക്കുമ്പോഴേ. പറയാമായിരുന്നു പോലീസിനെന്ന് പറഞ്ഞു. അതോടെ ഉടനെ വലിയ പ്രശ്നമായി. ഉടനെ ചാനലുകാരൊക്കെ വന്ന് നമ്മളടുത്ത് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ ദേശീയ ഗാനത്തിന് എതിരാണെന്നുള്ള രീതിയിൽ ഇവർ വരുത്തി തീർത്തു. ഞാൻ അതല്ല പറഞ്ഞു, അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ശരിയല്ല നമ്മളോടൊക്കെ ചോദിക്കാണ്ട്. അത് പിന്നെ ഉടനെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിയൊക്കെ ഏറ്റുപിടിച്ച് വേക്കബാലനായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി. അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഇവർ പിറ്റേത് എൻ്റെ വീട്ടിൽ കൊടുങ്ങല്ലൂർ വീടിൻ്റെ മുമ്പിൽ ദേശീയ ഗാനം ആലപിക്കാനായിട്ട് കംപ്ലീറ്റ് BJP-ക്കാർ വന്നിട്ട് അവിടെ വന്നിട്ട്. ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി വരുമ്പോൾ എല്ലാവരും ഒരു പ്രശ്നത്തിൽപ്പെടുന്നുണ്ട് അല്ലേ? രഞ്ജിത്ത് ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിലായി അവാർഡ് വിവാദത്തിലും. അല്ലേ, നമ്മളത് എന്താ പറയുക വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ചലച്ചിത്ര അക്കാദമി എപ്പോഴും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇടമാണ്. കാരണം ഒന്നാമത് ഈ അവാർഡ് കൊടുക്കുന്നു, പിന്നെ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും സിനിമ ചെയ്യുന്നത് എന്താ പറയുക, അവരുടെ സിനിമ അവാർഡ് കിട്ടണം, അവരുടെ സിനിമയ്ക്ക് എൻട്രി കിട്ടണം, ഫെസ്റ്റിവലിന് എൻട്രി കിട്ടണം എന്നല്ലേ. അപ്പോൾ കിട്ടാതെ വരുമ്പോൾ അക്കാദമി മനഃപൂർവ്വം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ചില ഇതുകൾ പരിഗണന കാണിച്ചിട്ടാണെന്നുള്ള ഒരു തെറ്റായ ധാരണയുണ്ട്.